കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് നിലയ്ക്കാണ് സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇദ്ദേഹം നിലവിൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെല്ലുവിളി, എന്താ പറയുക, SF ഉയർത്തിയ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. എന്താ പറയുക, ഭയങ്കര ഹീറോയിക് പരിവേഷം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കീലേരി അച്ചു നിലവാരത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ആർജവം ചാൻസലർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും വലിയ പൊതുസമൂഹം ഒന്നടങ്കം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ ചോദ്യമുണ്ട്. ഈ 2 സർവകലാശാലകളുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലിസ്റ്റ് അത് ഏത് കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായി എന്നുള്ളതിനെ സംബന്ധിച്ച് അതാണല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയും ഏറ്റവും വലിയ ചോദ്യവും. അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയോ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അത് എവിടെ നിന്ന് കിട്ടി. അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. നിങ്ങൾക്ക് മറുപടി നൽകാതെ അദ്ദേഹം തിരിഞ്ഞു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങളുടെ സമരം രാഷ്ട്രീയ സമരമാണ്. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. സർവകലാശാലകളെ സംഘപരിവാർവൽക്കരിക്കുന്നതിന് വേണ്ടി RSS തയ്യാറാക്കിയ അജണ്ട അത് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കില്ല. അതിനൊരു തരത്തിലും കേരളത്തിലെ സർവകലാശാലകളെ ഞങ്ങൾ വിട്ടുതരുന്ന നിലയുണ്ടാകില്ല. ഇപ്പോൾ അദ്ദേഹം ഈ 3 ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് കടന്നു വരുന്നത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയല്ല. ഒന്ന്, RSSന്റെ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി 3 ദിവസം വരുന്ന ഘട്ടത്തിൽ സർവകലാശാലയുടെ എല്ലാ അക്കാദമിക അന്തരീക്ഷത്തെയും തടസ്സപ്പെടുത്തുന്ന, സ്തംഭിപ്പിക്കുന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെമിനാറുകൾ നടക്കുന്നുണ്ട്. വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളും അക്കാദമിക് ഇതര പ്രവർത്തനങ്ങളും സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ രാജ്ഭവനിൽ നിന്നുള്ള ഉത്തരവ് സർവകലാശാലയിൽ 4 ഗസ്റ്റ് ഹൗസ് ഉണ്ട്, 4 ഗസ്റ്റ് ഹൗസും ഒഴിപ്പിക്കണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവകലാശാലയിൽ എത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു. ഇവിടെ 4 ഗസ്റ്റ് ഹൗസുകളും. ഇദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ഹൗസിൽ നിൽക്കുക, പുള്ളി വലിയ ധൈര്യശാലിയാണ്, എനിക്ക് വലിയ ധൈര്യമാണ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഈ 4 സർവകലാശാലകളും പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 500ഓളം വരുന്ന പോലീസിൻ്റെ സുരക്ഷ തനിക്ക് വേണം. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി തരാൻ ഇദ്ദേഹം ആവർത്തിച്ച് ഞങ്ങളെ ക്രിമിനലുകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗുണ്ടകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ പ്രവർത്തനത്തിനോ ഗുണ്ടാ പ്രവർത്തനത്തിനോ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത്. ഈ സർവകലാശാലകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആശങ്കകൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചാൻസലർ തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിനെ ഏതെങ്കിലും തരത്തിൽ കായികമായി കൈകാര്യം ചെയ്ത് കളയാം, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കീലേരി അച്ചു നിലവാരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഞങ്ങളെ പ്രകോപിതരാക്കാമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ ആ നിലയിൽ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വഴങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. ജനാധിപത്യപരമായി കരുത്തുറ്റ തീഷ്ണമായ സമരം, പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, MSFനെ സംബന്ധിച്ച് വലിയ ശേഷിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജില്ലയാണ്. UDF സംവിധാനങ്ങളെ സംബന്ധിച്ച് ശേഷിയുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലക്കകത്ത് സംഘപരിവാറിനെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി UDF തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗൗരവകരമായി തന്നെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ RSS ചാൻസലർ മുട്ടുകൊടുക്കുന്ന അപ്പക്കഷ്ണം തിന്നുന്ന ആളുകളായി മുട്ടിലഴഞ്ഞുകൊണ്ട് കേരളത്തിലെ UDF മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം വരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടില്ല എങ്ങനെ RSS കേന്ദ്രത്തിൽ നിന്നും ചാൻസലർ ഒപ്പിട്ട് മുന്നോട്ട് വെച്ച സെനറ്റ് അംഗങ്ങളുടെ പട്ടികയ്ക്കകത്ത് എങ്ങനെ UDFന്റെ നേതാക്കന്മാർ വന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും BJP ഓഫീസ് വഴി ചാൻസലറുടെ ടേബിളിലേക്ക് 3 ആളുകളുടെ പേര് പോയി എന്നുള്ളതാണ്. ചാൻസലർ ടേബിളിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് BJP ഓഫീസ് വഴി 3 ആളുകളുടെ പേര് പോയി.
അതിൽ 2 ആളുകൾ കേരള സർവകലാശാല സെനറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, ഒരാൾ ഉൾപ്പെട്ടില്ല. ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ്, ഒരാളൊരു മാധ്യമപ്രവർത്തകയാണ്. 3 പേരിൽ ഒരാൾ ഉൾപ്പെട്ടിരുന്ന ഒരാൾ. മറ്റ് 2 കോൺഗ്രസ് നേതാക്കൾ കേരള സർവകലാശാല സെനറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു, RSS കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത സെനറ്റ് ലിസ്റ്റിൽ. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ 7 UDF നേതാക്കന്മാർ ഉൾപ്പെടുന്നു. ഇവർ സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ ആർജവമുള്ള ആളുകളാണെങ്കിൽ രാജിവെക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ RSS KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു BJP ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ട ലിസ്റ്റാണ്. ആ BJP ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ട ലിസ്റ്റിനകത്ത് ഉൾപ്പെടാൻ വേണ്ടി, അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് രാജിവെക്കേണ്ടുന്ന ആളുകൾ അതിന് തയ്യാറാകുന്നില്ല, മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള KSUവിൻ്റെയും MSFിൻ്റെയും നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ നാളെ ഉൾപ്പെടെ ചാൻസലർക്ക് നാരങ്ങ വെള്ളം കലക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ SFI ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമരം ഉയർത്തിക്കൊണ്ടുവരും. ആ സമരം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കും. കേരളത്തിലെ സംഘപരിവാർ ഇതര മനസ്സുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ്. ഇത് ചാൻസലർ ഉൾപ്പെടെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു, വിവിധ കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തുകൊണ്ടാണ് ഇന്നലെ മുതൽ നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഏതായാലും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സമരം ഏറ്റവും കരുത്തുറ്റതായിരിക്കും, തീഷ്ണമായതായിരിക്കും, ജനാധിപത്യപരമായിരിക്കും. തയ്യാറാക്കിയ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തണം SFI എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സെനറ്റ് നോമിനേഷൻ തയ്യാറാക്കിയത് മുഖ്യമന്ത്രി നിയമിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആരാണ് സെനറ്റിന്റെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും കത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് RSS കേന്ദ്രം വഴി കത്ത് പോയിട്ടുണ്ട്, ഇന്ന ആളുകളെ കൂടി ഇതിന്റെ ഭാഗമായി നിയമിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്. പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലറെ നേരിട്ട് കണ്ടിട്ടുണ്ട്, എവിടെ വെച്ച് കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച്, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്.